ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനവും അനന്തപുരി എന്നറിയപ്പെടുന്നതുമായ തിരുവനന്തപുരം ജില്ലയെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ളതും സംസ്ഥാനത്തിന്റെ തലസ്ഥാനവുമാണ് തിരുവനന്തപുരം. കിഴക്കുനിന്ന് പടിഞ്ഞാറേക്ക് ഉയരം കൂടിയ കുന്നുകളെയും അവയ്ക്കിടയിലെ താഴ്വരകളെയും ഉൾക്കൊള്ളുന്ന മലനാട്, മലമ്പ്രദേശത്ത് നിന്ന് ചാഞ്ഞിറങ്ങുന്ന മട്ടിൽ നിന്മോന്നതമായി കിടക്കുന്ന ഇടനാട്, വിസ്തൃതി കുറഞ്ഞതെങ്കിലും നിരന്ന പ്രദേശമായ തീരമേഖല എന്നിങ്ങനെ ജില്ലയുടെ ഭൂപ്രകൃതിയെ സംഗ്രഹിക്കാം. വടക്കു കിഴക്കും അതിരുകളിൽ സഹ്യപർവ്വത സാനുക്കളാണ്. കേരളത്തിലെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് വീതി കുറവുള്ള മേഖലയാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. ഇക്കാരണത്താൽ ജില്ലയിലെ നദികൾ താരതമ്യേന നീളം കുറഞ്ഞവയാണ്. വാമനപുരം ആറ്, കരമനയാറ്, നെയ്യാറ് എന്നിവയാണ് പ്രധാന നദികൾ. കടലോരത്ത് തെക്കുനിന്ന് വടക്കോട്ട് വേലിക്കായൽ, കടനംകുളം കായൽ, അഞ്ചുതെങ്ങ് കായൽ, ഇടവാനടയക്കായൽ എന്നീ ജലാശയങ്ങൾ കാണാം. ഇവ മനുഷ്യനിർമ്മിത കനാലുകളിലൂടെ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭൂവിജ്ഞാനപരമായി ഈ ജില്ലയെ 4 ഉപമേഖലകളായി വിഭജിക്കാം. ജില്ലയിൽ വ്യാപകമായി ഉള്ളത് ലേറ്ററൈറ്റ് ഇനത്തിൽപ്പെട്ട മണ്ണാണ്. ചുവപ്പ് കലർന്ന തവിട്ടു മുതൽ മഞ്ഞ കലർന്ന ചുവപ്പ് വരെ വിവിധ നിറങ്ങളിൽ കാണപ്പെടുന്ന ഈ മണ്ണിൽ തെങ്ങ്, റബ്ബർ, കവുങ്ങ്, കുരുമുളക്, മരച്ചീനി, കശുമാവ് തുടങ്ങിയവ സമൃദ്ധമായി വളരുന്നു. ഏതാനും ദശകങ്ങൾക്ക് മുൻപ് വരെ പട്ടണങ്ങൾ പോലും സസ്യസമൃദ്ധങ്ങളായിരുന്ന അവസ്ഥയാണ് ഈ ജില്ലയിൽ ഉണ്ടായിരുന്നത്. തുനൈ വനം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ വൈവിധ്യമാർന്ന വൃക്ഷലതാദികളുടെ ബാഹുല്യമുണ്ടായിരുന്നു. നിബിഡ വനങ്ങളും ഇടതൂർന്ന സസ്യസഞ്ചയങ്ങളും നിലനിന്നിരുന്ന കാലത്ത് തിരുവനന്തപുരം ജില്ല ഹിംസ്രജന്തുക്കൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ, പറവക്കൂട്ടങ്ങൾ, ഉരകങ്ങൾ തുടങ്ങിയവയുടെ ആവാസ കേന്ദ്രമായിരുന്നു. 1-ാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഉപഭോഗത്തിനുള്ള മൊത്തം ഗ്രാഫൈറ്റ് ഖനനം ചെയ്തിരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് പ്രദേശത്ത് നിന്നായിരുന്നുവെന്നതിന് തെളിവുകളുണ്ട്. ജില്ലയിൽ പല ഭാഗത്തുമായി ഗ്രാഫൈറ്റ് തുടങ്ങിയ സമ്പദ് പ്രധാന ധാതുക്കളുടെ സാമാന്യമായ നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ ഖനനവും ഉപയോഗവും വേണ്ട വിധത്തിൽ നടന്നിട്ടില്ല. 2001 സെൻസസ് പ്രകാരം ജില്ലയിലെ ജനസംഖ്യയിൽ സ്ത്രീകൾക്കാണ് അംഗബലം കൂടുതലുള്ളത്. ജില്ലയിലെ ശരാശരി ജനസംഖ്യ ചതുരശ്ര കിലോമീറ്ററിന് 1476 എന്ന തോതിലാണ്. മൊത്തം ജനങ്ങളിലെ പട്ടികജാതികളിലെ 3,70,857 പേരും പട്ടികവർഗക്കാരിലെ 20,893 പേരും ഈ ജില്ലയിലാണ് വസിക്കുന്നത്. ഇവിടെ തമിഴ് ഭാഷയ്ക്കാണ് പ്രചാരമുള്ളത്. സാധാരണക്കാർക്ക് പോലും ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ സാമാന്യമായി കൈകാര്യം ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ജനങ്ങളിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. ക്രിസ്ത്യാനികൾ 2-ാം സ്ഥാനത്തും മുസ്ലിങ്ങൾ 3-ാം സ്ഥാനത്തും നിൽക്കുന്നു. ജാതിമത ഭാഷാഭേദങ്ങൾ അവഗണിച്ച് എല്ലാ വിഭാഗക്കാരും സൗഹാർദ്ദത്തോടെ ഇവിടെ വസിക്കുന്നു. മൊത്തമായി നോക്കുമ്പോൾ തിരുവനന്തപുരം ജില്ല ഒരു കാർഷിക മേഖലയാണ്. ജില്ലയുടെ 59 കിലോമീറ്റർ നീളത്തിലുള്ള കടലോര മേഖല മത്സ്യസമൃദ്ധമാണ്. 42 ഗ്രാമങ്ങളിൽ 40,000 ഭവനങ്ങളിലായി പാർക്കുന്ന 2 ലക്ഷത്തോളം ആളുകളുടെ ഉപജീവന മാർഗമാണ് മീൻപിടുത്തം. പ്രതിവർഷ ഉൽപാദനം ശരാശരി 32,000 ടൺ ആണ്. വിഴിഞ്ഞം എന്നൊരു മത്സ്യബന്ധന തുറമുഖം മാത്രമാണെങ്കിലും അതിനെ വലിയൊരു വാണിജ്യ തുറമുഖ നഗരിയാക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കേന്ദ്രീകരിച്ച് മുൻകാലങ്ങളിലൂടെ തിരുവനന്തപുരം ഒരു പ്രധാന കലാകേന്ദ്രമായി വളർന്നു വന്നു. 1733 ക്ഷേത്രം പുതുക്കി പണിയിച്ചതിനു ശേഷമാണ് പ്രധാനമായും ഈ വളർച്ചയുണ്ടായത്. പ്രകൃതി രമണീയതയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു അത്ഭുത ജില്ല കൂടിയാണ് ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.